ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ നിന്നും ഏകദേശം 6 മൈൽ അകലെയാണ് ശിവാലി കുന്നുകളിലെ മാടൻകുണ്ട് എന്ന് പേരുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ കഥ പറയുന്ന സമയത്ത് അവിടെ ഒരു ബാബാജി താമസിച്ചിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾക്ക് അയാളെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ അയാളെ സന്ദർശിക്കുന്നത് പതിവായിരുന്നു. ഒരു പ്രശ്നമുണ്ടായിരുന്നത് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്കാട്ടിലാണെന്നതാണ്. കടുവകളും കരടികളും പകൽ സമയത്ത് പോലും അവിടെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഭയന്നുകൊണ്ട് ആരും ഒറ്റയ്ക്ക് അവിടേക്ക് പോകാറില്ല. കൂട്ടമായി മാത്രമാണ് അവിടേക്ക് ബാബയെ കാണാൻ വേണ്ടി അവർ പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ കുറച്ച് ഭക്തർ അവിടെ എത്തി. അവർ കാളവണ്ടിയിൽ ധാരാളം സാധനങ്ങളുമായാണ് വന്നത്. അവർ മാടാൽക്കുണ്ടിൻ്റെ അടുത്ത് താവളമാക്കി. അതിനുശേഷം അവർ ബാബയെ കണ്ടു. വഴിപാടുകളെല്ലാം അർപ്പിച്ചു. അതിനുശേഷം അവർ തിരികെ എത്തി. അവരുടെ വിശപ്പടക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അവർ 2-3 കല്ലെടുപ്പുകൾ അവിടെ ഉണ്ടാക്കി. കാട്ടിൽ നിന്നും കുറച്ചുപേർ വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു. പാത്രത്തിൽ മാവ് കുഴച്ചു വെച്ചു. വലിയൊരു പാത്രമെടുത്ത് അതിൽ ധാരാളം പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി വെച്ചു. അവർ അവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന ആ കാട്ടിൽ നിന്നും ആരോ അവരുടെ അരികിലേക്ക് നടന്നു വരുന്നതിൻ്റെ ശബ്ദം വ്യക്തമായി അവർ കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവിടെ കൂടി നിന്ന ആളുകൾ നോക്കി. അവർ നോക്കിയപ്പോൾ ഒരാന അവർക്ക് നേരെ ചാർജ് ചെയ്ത് വരുന്നതാണ് കണ്ടത്. ഒരൊറ്റയാനയായിരുന്നു അത്. അവിടെ നിന്നവരെല്ലാം ഭയന്നു വിറച്ചു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് ബാബാജിയുടെ കുടിലിൻ്റെ അടുത്തേക്ക് അവർ ഓടി രക്ഷപ്പെട്ടു. അവരുടെ ഓടി രക്ഷപ്പെടൽ ആ ആനയ്ക്ക് സഹിച്ചില്ല. 2-3 ആളുകളുടെ ജീവൻ എടുക്കാമെന്ന് കരുതിയായിരിക്കാം ആന അവിടേക്ക് എത്തിയത്. എന്നാൽ അതിന് കഴിയാത്ത ആനയ്ക്ക് പ്രകോപനം കൂടി. അവൻ രോക്ഷാകുലനായി. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളോട് ആന ദേഷ്യം തീർത്തു. മാവ് കുഴച്ചു വെച്ച പാത്രം ആന തട്ടിക്കളഞ്ഞു. അവർ കൊണ്ടുവന്ന ചാക്കണക്കിന് ധാന്യങ്ങൾ കീറി മുറിച്ച് അവിടെയെല്ലാം വാരി വിതറി. അതിന് വേണ്ടത് അത് ആഹരിക്കുകയും ചെയ്തു. പിന്നീട് അത് നടന്നു പോയത് അവരുടെ പാദരക്ഷകൾ ഊരിയിട്ട സ്ഥലത്തേക്കായിരുന്നു. അവരുടെ ചെരുപ്പുകളെല്ലാം ആന ചവിട്ടി മെതിച്ചു. പിന്നെ കണ്ടത് നമ്മൾ മുന്നേ പറഞ്ഞ പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ പാത്രമായിരുന്നു. അതിൻ്റെ അരികിലേക്കായിരുന്നു പിന്നീട് ആന പോയത്. അത് അടുപ്പുകളിൽ ഇരിക്കുകയാണ്. ആന പതിയെ പതിയെ അതിൻ്റെ അരികിലേക്ക് നടന്നു. അതിനുശേഷം തൻ്റെ കാലുകൊണ്ട് ആ പാത്രത്തിൽ ചവിട്ടി. നിർഭാഗ്യവശാൽ ആ അടുപ്പുകല്ല് തെന്നിത്തെറിക്കുകയും ആ ആനയുടെ കാല് പാത്രത്തിനുള്ളിലേക്ക് പോകുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും ആനയ്ക്ക് തൻ്റെ കാൽ ആ പാത്രത്തിൽ നിന്നും ഊരിയെടുക്കുവാൻ സാധിച്ചില്ല. ആനയ്ക്ക് പറ്റിയ ഒരു പിഴവായിരുന്നു അത്. ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും തൻ്റെ കാലിൽ നിന്നും എങ്ങനെയെങ്കിലും ആ പാത്രം ഊരിക്കളയുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആന തികച്ചും പരാജിതനായി. ഈ കാഴ്ച കണ്ടതും അവിടെ കൂടി നിന്ന ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി. ആനയുടെ അരികിലേക്ക് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാമെന്നും ആനയെ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കാമെന്നും അവർ കരുതി. അതിന് പ്രകാരം ആളുകൾ ആനയുടെ അരികിലേക്ക് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഓടിച്ചെന്നു. ആനയ്ക്കും ഒരു കാര്യം വ്യക്തമായി അറിയാം. അവൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ആളുകൾ പ്രകോപനത്തോടെയാണ് ഓടി വരുന്നത്. കാരണം അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ആന നശിപ്പിച്ചിരിക്കുന്നു. ഉറപ്പായും അവർ തന്നെ വെറുതെ വിടില്ലെന്നും നല്ലപോലെ ഉപദ്രവിക്കുമെന്നും ആനയ്ക്ക് മനസ്സിലായി. ആന വ്യക്തമായി അടുത്തേക്ക് ഓടിയെത്തുന്ന ആളുകളുടെ എണ്ണം കണ്ട് പരിഭ്രാന്തനാകുകയും വീണ്ടും കാലിൽ നിന്നും ആ പാത്രം ഊരിക്കളയുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് നടക്കാതെ വന്നതോടെ ആന തൻ്റെ പാത്രം കുടുങ്ങിയ കാൽ പൊക്കി പിടിച്ച് 3 കാലിൽ ഞൊണ്ടി വനത്തിലേക്ക് ഓടി. ഈ വാർത്ത ഗ്രാമങ്ങളിലെല്ലാം എത്തിയിരുന്നു. അങ്ങനെ എൻ്റെ ചെവിയിലും ഈ വാർത്ത എത്തിയിരുന്നു. പിന്നീട് ആ പാത്രത്തിന് എന്ത് സംഭവിച്ചെന്നോ അത് എങ്ങനെ അതിൻ്റെ കാലിൽ നിന്നും വേർപെട്ടു പോയെന്നോ ആർക്കും അറിയില്ല. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ആനയും ഞാനുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായപ്പോൾ അതിൻ്റെ കാലിൽ ആ പാത്രം ഉണ്ടായിരുന്നില്ല. എങ്കിലും അതിൻ്റെ കാൽമുട്ടിന് താഴെയായി ഒരു വീതിയുള്ള ഓട്ടുവള കാണാമായിരുന്നു. പാത്രം എങ്ങനെയൊക്കെയോ ഉരസി പൊട്ടിപ്പോയെങ്കിലും അതിൻ്റെ വാഭാഗം കാലിൽ നിന്നും വിട്ടുപോകാതെ ഒരു കട്ടിയേറിയ വള പോലെ അതവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വള ആ കാലിലുള്ളത് കൊണ്ടാണ് ഘടാധാരി ആന എന്ന പേര് അവന് കിട്ടിയത്. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത് ശ്രീനിധി സിദ്ധാന്തിൻ്റെ ഒരു കഥയാണ്. മാടൽക്കുണ്ട് എന്ന സ്ഥലത്തെ വിറപ്പിച്ച ഒരു കൊലയാനയുടെ കഥ. അവിടുത്തെ ആളുകൾ അവനെ വിളിച്ചിരുന്നത് ഘടാധാരി എന്നാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ.
ബാബാജിയുമായി എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കഥ പറച്ചിലുകാരനാണ്. ഉപ്പും മുളകും ചേർത്ത് സിംഹങ്ങളുടെയും കരടികളുടെയും കഥകൾ അദ്ദേഹം പറയുമായിരുന്നു. ആ കഥകൾ കേൾക്കുവാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ടായിരുന്നു. ഒരു ഹോളി അവധിക്കാലത്ത് ഞാൻ ബാബാജിയെ കാണാൻ പോയത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ സഹപാഠികളായ ശ്യാമും വിപിനും എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വസന്തകാലമായതുകൊണ്ട് തന്നെ വനഭൂമി പൂക്കളുടെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. മരങ്ങളെല്ലാം ആകർഷകമായിരുന്നു. വനപ്രദേശങ്ങൾ വസന്തോത്സവം ആഘോഷിക്കുകയാണെന്ന് തോന്നിപ്പോകും. ചിലപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്ന മാനുകളെയോ കൂട്ടങ്ങളായി നടക്കുന്നവയോ കാണാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, നീൽഗായകൾ തമ്മിലുള്ള പോരാട്ടവും കണ്ടു. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നപ്പോൾ ഒരു സ്ഥലത്ത് പക്ഷിക്കുഞ്ഞുങ്ങളെ തേടി ഒരു മരത്തിൽ പതുങ്ങിക്കയറുന്ന ഒരു ഉടുമ്പിനെ കണ്ടു. അത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്നതെന്ന് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അരികിലേക്ക് പതിയെ നടന്നു. എന്നാൽ അത് ഞങ്ങളെ കണ്ടതും പെട്ടെന്ന് നിശ്ചലനായി ആ മരത്തിൽ അങ്ങനെ ഇരുന്നു. ഞങ്ങൾ അത് മോഷ്ടിക്കുന്നത് കാണുന്നത് ചിലപ്പോൾ അതിന് ഇഷ്ടമല്ലായിരിക്കും. അതൊരു ശാഖയിൽ തന്നെ ഭർണ എന്നതുപോലെ അവിടെ തന്നെ അനങ്ങാതെയിരുന്നു. അത് പറയാതെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി, ഇതൊരു കുടുംബ ബിസിനസ്സാണ്. ഇവിടുത്തെ വനദേവതയിൽ നിന്നും ഞങ്ങൾ നിയമപരമായി കരാറെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ മറ്റാർക്കും കാണിക്കാനോ പഠിപ്പിക്കാനോ തയ്യാറല്ല. നിങ്ങൾ ഇവിടുന്ന് പോകാതെ ഒരടി പോലും ഞാൻ അനങ്ങാനും പോകുന്നില്ല. ശരി ശരി, ഞങ്ങളോട് ദേഷ്യപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. എങ്കിലും എൻ്റെ ഉള്ളിൽ അത് കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പക്ഷിക്കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്നതെന്ന് കാണാനുള്ള അതിതീവ്രമായ ആഗ്രഹം. അത് കാരണം കുറച്ചു ദൂരം നടന്നതിന് ശേഷം ഞങ്ങൾ ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലേക്ക് ഒളിച്ചിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ദൂരദർശിനിയിലൂടെ ആ ഉടുമ്പിനെ ഞങ്ങൾ നോക്കിക്കണ്ടു. ഞങ്ങൾ പോയി എന്ന് മനസ്സിലായതും അത് അവിടെ നിന്നും പതിയെ പതിയെ വൃക്ഷത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കയറി. അവിടെയാണ് പക്ഷികളുടെ കൂടുണ്ടായിരുന്നത്. വസന്തകാലമാണ് പക്ഷികളുടെ പ്രജനനകാലവും. ഈ സമയത്ത് ഓരോ മരത്തിലും ഓരോ പുതിയ കൂടുകൾ കാണുമെന്ന് ഈ ഉടുമ്പിനും അറിയാമായിരിക്കും. ഈ സമയത്ത് ധാരാളം ഭക്ഷണം കിട്ടുമെന്നും തന്ത്രശാലിയായ ഉടുമ്പിനറിയാം. അത് പതിയെ പതിയെ അതിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ആ പക്ഷിക്കൂടിലേക്ക് എത്തി നോക്കിയ ഉടനെ തന്നെ അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. അതിൻ്റെ ശബ്ദം കേട്ടതും പൂന്തേൻ കുടിച്ചുകൊണ്ടിരുന്ന തള്ളപ്പക്ഷികളും മറ്റു പക്ഷികളുമെല്ലാം ആ കൂടിൻ്റെ അരികിലേക്ക് പറന്നെത്തി ഉടുമ്പിനെതിരെ തിരിഞ്ഞു. ഏകദേശം 20ഓളം പക്ഷികൾ ഒച്ച വെച്ച് അതിനു ചുറ്റും പാറിപ്പറന്നു. കൊക്കുകൾ കൊണ്ട് കൊത്തുവാനും തുടങ്ങി. എന്നാൽ ആ ഉടുമ്പ് അതൊന്നും ശ്രദ്ധിക്കാതെ കൂടിനെ നശിപ്പിക്കുന്നതിൽ മുഴുകി. കൊത്തുകൊള്ളാതിരിക്കുവാൻ അത് ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. പക്ഷികൾക്ക് അതിനെ കാര്യമായി ഉപദ്രവിക്കുവാൻ കഴിഞ്ഞില്ല. 5 മിനിറ്റിനുള്ളിൽ അത് എത്ര മുട്ടകൾ തിന്നുവെന്നോ എത്ര കുഞ്ഞുങ്ങളെ കഴിച്ചുവെന്നോ അറിയില്ല. പക്ഷേ കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ അവിടേക്ക് 8-10 കാക്കകൾ പറന്നെത്തി. അത് പക്ഷികൾക്കൊപ്പം ചേർന്നും ഉടുമ്പിനെ ആക്രമിക്കുവാൻ തുടങ്ങി. അതോടെ കളി മാറി. ഈ ദുഷ്ടനായ കാക്കകളുടെ ആക്രമണം ഉടുമ്പിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അത് പരിഭ്രമിച്ച് മരത്തിൽ നിന്നും താഴേക്കിറങ്ങി കാട്ടിലേക്ക് ഓടിപ്പോയി. അത് മരച്ചില്ലയിലൂടെ ഊർന്നിറങ്ങി ഓടിപ്പോയ രീതി കണ്ടപ്പോൾ എനിക്ക് ചിരി അടക്കാനേ കഴിഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. ഒരു ഫർലോങ് ദൂരം നടന്നു ചെന്നപ്പോൾ കടും നീല പൂക്കളുള്ള കാഞ്ചനാർ മരം കണ്ടു. ഈ കാടിലെ പ്രശസ്തമായ മരമായിരുന്നു അത്. അതിൻ്റെ പ്രശസ്തിക്ക് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, മാടൽക്കുണ്ടിലെ കട്ടിയുള്ള കാടിൻ്റെ അതിർത്തി മരമായിരുന്നു. 2, യാത്രക്കാരുടെ സൗകര്യത്തിനായി ഗ്രാമീണർ ഉണ്ടാക്കിയ 1/2 മൈൽ നീളമുള്ള ഒരു റോഡ് അവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. ഇന്ന് ആ റോഡ് തകർന്നു പോയെങ്കിലും അതിൻ്റെ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ട്. ആ കാടിനെ 2ആയി പകുത്തുകൊണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ കാഞ്ചനാർ മരത്തിൻ്റെ തണലിൽ അല്പം വിശ്രമിച്ചു. ഞങ്ങൾ കൊണ്ടുവന്ന കുപ്പിയിൽ നിന്നും വെള്ളം കുടിച്ചു. എന്നിട്ട് മുന്നോട്ട് നടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ മുന്നോട്ട് പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയം തോന്നി. റോഡിൻ്റെ ഇരുവശവും വളർന്നു നിൽക്കുന്ന മരങ്ങൾ ഭയം കാരണം നാവ് കുഴഞ്ഞതുപോലെ നിശബ്ദനായിരുന്നു. ചീവിടുകൾ മാത്രം നിലവിളിച്ചു കൊണ്ടിരുന്നു. അതെന്തോ പറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷേ അതെന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ ഭയത്തെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം വ്യക്തമായി. അതായത് 1/2 ഫർലോങ് കഴിഞ്ഞപ്പോൾ റോഡ് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു. ഞങ്ങൾ തിരിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ഞങ്ങൾക്ക് മുന്നിൽ ഏകദേശം 200 കൈ അകലത്തിൽ ചുവന്ന ടെസു പൂക്കളുള്ള
ഒരു ധാക്കുമരം, അതായത് പലാശം കാണാൻ കഴിഞ്ഞു. ആ മരത്തിൻ്റെ താഴെ നിന്നിരുന്നത് ഒരു ഇരുണ്ട രൂപമായിരുന്നു. അത് ഒരു ആനയായിരുന്നു. അതെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഖഡാധാരി എന്ന ആനയായിരുന്നു അത്. ഖഡാധാരി എന്ന ആന പ്രതികാരദാഹിയാണ്. ഇതിനു മുന്നേ 3 പേരെ കൊന്ന കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ കണ്ടതും 4ാമത്തെ കൊലയ്ക്കായി ആയിരിക്കാം അതതിൻ്റെ തുമ്പിക്കൈ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുവാൻ തുടങ്ങിയത്. അതിനൊരർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരൂ വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് അത് പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എങ്കിലും ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അത് ഞങ്ങളെ കണ്ട ഉടനെ അത് ഞങ്ങൾക്ക് നേരെ ചാർജ് ചെയ്തു വന്നില്ല. അത് കുറച്ചു നേരം ധാക്കുമരത്തിൻ്റെ താഴെ അങ്ങനെ നിന്നു. ഇത് ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരവസരം നൽകിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ഞങ്ങളുടെ നേർക്ക് ഓടി വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പിന്നോട്ട് തിരിഞ്ഞ് കാഞ്ചനാർ മരത്തിൻ്റെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്നാൽ അവിടുന്ന് ബാബാജിയുടെ അടുത്തേക്ക്, അതായത് ബാബാജിയുടെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ കാര്യങ്ങൾ ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല അവിടെ സംഭവിച്ചത്. ഞങ്ങൾ ഓടി കാഞ്ചനാർ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ആന ഞങ്ങൾക്ക് മുന്നേ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അത് അതേപടി തുമ്പിക്കൈ ചലിപ്പിച്ചുകൊണ്ട് കാഞ്ചനാർ മരത്തിൻ്റെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. കുറച്ചു മുൻപേ, അതായത് ധാക് മരത്തിൻ്റെ താഴെയല്ലേ ഇവനെ കണ്ടത്? ഇത്രയും വേഗം, ഇത്രയും ദൂരം അവൻ എങ്ങനെ പിന്നിട്ട് വന്നു? ഞങ്ങൾക്ക് ഓടാനാകെ ഈ വഴിയല്ലേ ഉള്ളൂ. ആ വഴിയിലൂടെയല്ലേ ഞങ്ങൾ എത്തിയത്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊരു മാന്ത്രിക വിദ്യ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു തോന്നലായിരുന്നില്ല. ഞങ്ങൾ വീണ്ടും രക്ഷപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പിന്നിലേക്ക് തിരിഞ്ഞ് ധാക് മരത്തിൻ്റെ അരികിലേക്ക് ഓടി. പക്ഷേ ഇത്തവണയും ആ മാന്ത്രിക വിദ്യ ആവർത്തിച്ചു. ഞങ്ങൾ ധാക് മരത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ ആന അവിടെ വീണ്ടും ആ ധാക് മരത്തിൻ്റെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ തുമ്പിക്കൈ ആട്ടി ആട്ടി അവിടെ നിൽക്കുകയാണ്. അത് തുമ്പിക്കൈ വീശി വീശി പറയുന്നത് ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് തോന്നിയത്: ഓടുന്നത് വെറുതെയാണ്. മിണ്ടാതെ എനിക്ക് കീഴടങ്ങുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇങ്ങനെ പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരു അത്ഭുതം ഞങ്ങൾക്ക് മുന്നിൽ കാണുന്നത് പോലെ. ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: അവൻ ഞങ്ങളെ പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല. ഇനിയും ഒരു വഴി ഞങ്ങൾക്ക് മുന്നിൽ തെളിയുന്നത് ഒരു മരത്തിലേക്ക് കയറി രക്ഷപ്പെടാനാണ്. പക്ഷേ അതും നടക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത് മരം കയറുന്ന സമയം കൊണ്ട് ആ ആന ഞങ്ങൾക്കരികിലേക്ക് വരികയും പാതിക്ക് വെച്ച് ഞങ്ങളെ വലിച്ചു നിലത്തിട്ട് ചവിട്ടിക്കൊല്ലുകയും ചെയ്യും. ഇനിയിപ്പോൾ മരത്തിൽ കയറിയെന്നിരിക്കട്ടെ, അവൻ താഴെ വന്ന് കാവൽ നിൽക്കും. പിന്നീട് ഞങ്ങൾക്ക് ഇറങ്ങുവാൻ പോലും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വഴി തുറന്നു വന്നു. ഈ 2 തവണത്തെ ഓട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഞങ്ങൾ അവന് പുറംതിരിഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോൾ അവൻ ഉടൻ തന്നെ കാട്ടിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അവന് നന്നായി അറിയാവുന്ന ഒരു കുറുക്കുവഴിയിലൂടെ അവൻ വലിയ ചുവടുകൾ വെച്ച് ഞങ്ങൾ ലക്ഷ്യമാക്കുന്ന ആ മരത്തിന് അടുത്തേക്ക് ഞങ്ങൾക്ക് മുന്നേ അവൻ എത്തിച്ചേരുമെന്ന്. ഇത്തവണയും ഞങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒന്ന് തിരിഞ്ഞതും ഞങ്ങൾ കാഞ്ചനാർ മരത്തിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് കരുതി അവൻ ഉടനെ തന്നെ കാട്ടിലേക്ക് ഓടി. ഞങ്ങൾ കരുതിയതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവനെ കബളിപ്പിക്കുവാനായി ഞങ്ങൾ 3ാം തവണ പിന്നോട്ട് തിരിഞ്ഞോടി. അവൻ ഉടനെ തന്നെ കാട്ടിലേക്ക് പ്രവേശിച്ച സമയം അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും തിരിഞ്ഞ് ധാക് മരത്തിൻ്റെ അരികിലേക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടി. ആനയെ പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഈ വഴി വളരെ മികച്ച തീരുമാനമായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും വിജയിക്കണമെങ്കിൽ ധൈര്യവും വേഗതയും അത്യാവശ്യമായിരുന്നു. സമയം പ്രധാനമാണ്. ആത്മരക്ഷയ്ക്കായി വളരെ കൃത്യമായി കണക്കുകൂട്ടിയ സമയം മാത്രമേ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. അതും വെറും 3 മിനിറ്റ് മാത്രം. ഞങ്ങൾ കണക്ക് കൂട്ടിയത് ഇങ്ങനെയാണ്: 1ാമത്തെ മിനിറ്റ് ആന കാഞ്ചനാർ മരത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള സമയം. 2ാമത്തെ മിനിറ്റ് അവൻ അവിടെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം. 3ാമത്തെ മിനിറ്റ് ഞങ്ങൾ വരാത്തത് കൊണ്ട് സംശയം തോന്നി അവൻ വീണ്ടും ധാക് മരത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനെടുക്കുന്ന സമയം. ഇങ്ങനെ 3 മിനിറ്റാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത്. അതായത് 180 സെക്കൻഡുകൾ. 14-15 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ധൈര്യം കൈവിടാതിരിക്കുവാനുള്ള പരിശീലനം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അതിവേഗം ഓടുവാനുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് അന്ന് ഞങ്ങൾ ആ കൊലയാളി ആനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ഞങ്ങൾ മുമ്പ് പല ഓട്ട മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പലതിലും വിജയിച്ചിട്ടുണ്ട്, പലതിലും തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ 3 കൂട്ടുകാരും തമ്മിൽ നടത്തിയ മത്സരത്തിൽ ആരും തോറ്റതുമില്ല,
ആരും ജയിച്ചതുമില്ല. കാരണം ഞങ്ങൾ 3 പേരും ഒരുപോലെയാണ് ഓടിയത്. ധാക്കു മരത്തിൽ നിന്നും ബാബാജിയുടെ കുടിൽ വരെ ഏകദേശം 1 മൈലിൽ കുറയാത്ത ദൂരമുണ്ട്. ഞങ്ങൾ ഏകദേശം 5-6 അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ടാണ് അത് ഓടിത്തീർത്തത്. ഞങ്ങൾ ഓടി ബാബാജിയുടെ കുടിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഉച്ചത്തിൽ രാമായണം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തുന്നത്. ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കടാധാരിയുടെ കെണിയിൽ നിങ്ങൾ പെട്ടു അല്ലേ? അത് കേട്ടതും ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി, പെട്ടു എന്നല്ല, പെട്ടു. അത് കേട്ടതും ബാബാജി നല്ല പോലെ തലകുലുക്കി ഒന്നുകൂടി ചിരിച്ചു. നിങ്ങൾ ഭയക്കണ്ട, അല്പസമയം ഇവിടെ വന്ന് വിശ്രമിക്കൂ. പക്ഷേ അന്ന് വിശ്രമം എന്നത് ഞങ്ങളുടെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. ആനയെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴും അതുപോലെ തന്നെ ഞങ്ങളിലുണ്ട്. ഇത്തവണ അവനെ ഞങ്ങൾ പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. മൃഗബുദ്ധിയെ മനുഷ്യബുദ്ധി കൊണ്ട് അതിജീവിച്ചു. ഇതെല്ലാം ശരിയാണ്. എന്നാൽ ഞങ്ങൾക്ക് തിരികെ പോകേണ്ടത് ആ വഴിയിലൂടെ തന്നെയാണ്. അതിന് ഒരു വഴിയും ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു വഴി കിട്ടുന്നതുവരെ ഞങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. തോക്കുകളോ അമ്പുകളോ ഒന്നുമില്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളുടെ കയ്യിൽ ഒരു വഴി മാത്രമായിരുന്നു അപ്പോൾ തുറന്നു വന്നത്: പന്തങ്ങൾ തയ്യാറാക്കുക. ഞങ്ങൾ മറ്റെല്ലാ ജോലിയും നിർത്തിവെച്ച് പന്തങ്ങൾ തയ്യാറാക്കുവാൻ തുടങ്ങി. പന്തം നിർമ്മിക്കാനുള്ള മുളയ്ക്ക് 4 വസ്തുക്കളാണ് ആവശ്യമായുള്ളത്: മുള, തുണി, കടുകെണ്ണ, മണ്ണെണ്ണ. മുള ബാബാജിയുടെ കുടിലിന് പിന്നിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടി. തുണി ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. അതിലൊഴിക്കുമ്പോഴുള്ള 2 എണ്ണകളും ബാബാജി കടമായി തന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ മികച്ച 2 പന്തങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളിപ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന കണ്ടപ്പോൾ ബാബാജിക്കും സന്തോഷമായി. അദ്ദേഹം രാമായണ പാരായണം നിർത്തി ഞങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും വിപത്ത് വീണ്ടും ഞങ്ങൾക്ക് ദർശനം നൽകി. ദൂരെ നിന്നും ആനയുടെ ചിഹ്നം വിളി കേട്ടു തുടങ്ങി. അത് കേട്ടതും ബാബാജിയുടെ മുഖം ഗൗരവത്തിലായി. അദ്ദേഹം സംസാരം നിർത്തി. പെട്ടെന്ന് എഴുന്നേറ്റു. ഇരിക്കാൻ സമയമില്ല. ആ അത്തിമരത്തിലേക്ക് കയറിക്കോളൂ, അദ്ദേഹം പറഞ്ഞു. 4 വർഷമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊരു ചിഹ്നം വിളി ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അവനെന്തോ കാരണത്താൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. അവൻ ഇങ്ങോട്ടാണ് വരുന്നത്. അദ്ദേഹം അതുകൂടി കൂട്ടിച്ചേർത്തു. കാരണം ഞങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു. ഞങ്ങളെ പിടിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അവൻ പറ്റിക്കപ്പെടുക കൂടി ചെയ്തു. അതുകൊണ്ടായിരിക്കാം അവൻ ഇത്രയും ദേഷ്യം. പക്ഷേ ഈ ദേഷ്യം സാധാരണയല്ല. ഇന്നൊരു പക്ഷേ എൻ്റെ കുടിൽ പോലും അവൻ നശിപ്പിച്ചേക്കാം, ബാബാജി പറഞ്ഞു. ബാബാജി കടുത്ത നിരാശയിലായി. അപ്പോഴേക്കും ഒരു കറുത്ത എഞ്ചിൻ പാഞ്ഞു വരുന്നതുപോലെ ചിഹ്നം വിളിച്ചുകൊണ്ട് ആന കുടിലിൻ്റെ അരികിലേക്ക് ഓടി വന്നു. ഇത് നല്ല കാര്യമല്ല, വിധി, വിപിൻ പറഞ്ഞു. നമ്മൾ കാരണം ബാബാജിക്കും വിപത്താണ്. അവൻ വരുന്ന രീതി കണ്ടിട്ട് കുടിലിന് ചുറ്റുമുള്ള വേലിയും തകർത്ത് കുടിലിനെ തന്നെ നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, ഈ പന്തങ്ങളുള്ളപ്പോൾ അവന് അതിന് കഴിയില്ല. വിഷമിക്കാതിരിക്കൂ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ആന അതിവേഗത്തിൽ ഓടി വരികയായിരുന്നു. അതിൻ്റെ രോക്ഷം കാരണം വഴിയിലെ നിരപരാധികളായ ചെടികളും കുറ്റിക്കാടുകളും പോലും രക്ഷപ്പെട്ടില്ല. അതിൻ്റെ ചവിട്ടേറ്റ് കല്ലുകൾ പോലും തെറിച്ചകന്നു പോയി. പക്ഷേ അതിനിടയിൽ ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. പിന്നെ ഒട്ടും താമസിക്കാതെ കുടിലിൽ നിന്നും ഏകദേശം 200 കയ്യകലെയുള്ള പാറയുടെ പിന്നിലേക്ക് ഞങ്ങൾ പോയി. അത്രയും ആളുകൾക്ക് ഒളിച്ചിരിക്കുവാൻ പറ്റിയ അത്രയും വലിയ പാറക്കല്ലായിരുന്നു അത്. ഞങ്ങൾ 2 പന്തങ്ങൾ കത്തിച്ച് അതിൻ്റെ മറവിൽ ആനയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഇപ്പോൾ അവനും ഞങ്ങളും തമ്മിൽ ഏകദേശം 40-50 കയ്യകം ദൂരെ മാത്രമായി. ഒരേ സമയം ഞങ്ങൾ മറവിൽ നിന്നും അപ്പോൾ പുറത്തേക്ക് വരികയും പന്തങ്ങൾ ഉയർത്തി ഒച്ച വെച്ച് അതിൻ്റെ അടുത്തേക്ക് ഓടുകയും ചെയ്തു. ഞങ്ങളുടെ പന്തങ്ങളിൽ ഞങ്ങൾക്ക് അത്രയധികം വിശ്വാസമുണ്ടായിരുന്നു. ആ കൊലയാളിയായ ആനയുടെ അടുത്തേക്ക് ഓടുമ്പോൾ ഞങ്ങൾ ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. കാട്ടുമൃഗങ്ങൾ പന്തങ്ങളെ എത്ര ഭയപ്പെടുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതെത്ര ഫലപ്രദമായ ആയുധമാണെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ അവൻ്റെ നേരെ ഓടി വരുന്ന കാഴ്ച കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. കോപാകുലനായ മല പെട്ടെന്ന് നിന്നുപോയതുപോലെ. നിന്നുവെന്ന് മാത്രമല്ല, ഒരു സാധാരണ മാൻകുട്ടിയെ പോലെയോ കുറുക്കനെ പോലെയോ അത് തിരിഞ്ഞ് ആ സ്ഥലത്തു നിന്നും ഓടിപ്പോകുകയും ചെയ്തു. അവൻ ഓടുന്നത് കണ്ടപ്പോൾ ഞങ്ങളിൽ ധൈര്യം വല്ലാതെ വർദ്ധിച്ചു വന്നു. ഞങ്ങൾ കുറച്ചു ദൂരം അവനെ പിന്തുടർന്നുകൊണ്ട് ഒച്ചവെച്ചലറിക്കൊണ്ട് അവന് പിന്നാലെ ഓടി. തുരത്തി ഓടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഈ സംഭവം നടന്നിട്ട് ഇന്ന് 40 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ മാടൻകുണ്ടിലെ കുണ്ട് വറ്റിപ്പോയി. ആ ബാബാജി എങ്ങോട്ട് പോയതെന്നറിയില്ല. പക്ഷേ ഇന്നും ഞാൻ അവിടെ പോകുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലെ
ഈ വിസ്മരണീയമായ സംഭവങ്ങൾ ഓർമ്മയിൽ വരും. ആ ഘടാധാരി ആനയുടെ ഭയങ്കര രൂപം എൻ്റെ കൺമുന്നിൽ വരും. അവിടുത്തെ താഴ്വരകളിൽ നിന്നും അതിൻ്റെ ഭയങ്കരമായ ചിഹ്നം വിളി ഇന്നും ഉയർന്നു കേൾക്കുന്നത് എൻ്റെ കാതുകളിൽ മുഴങ്ങാറുണ്ട്. ഇത്ര വർഷമായിട്ടും അവിടെ എത്തുമ്പോൾ ഇതെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ആ നല്ല ദിവസങ്ങൾ എങ്ങനെയാണ് കടന്നു പോയതെന്ന്. ഈ വനങ്ങളിൽ സ്വതന്ത്രമായി ചുറ്റി നടന്ന ആ നിശ്ചിത സമയങ്ങൾ, വസന്തകാലത്തെ പൂക്കളുടെ മധു നുകർന്ന ആ നിമിഷങ്ങൾ, അതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നനയുകയാണ്. പിന്നെ നിങ്ങളിൽ ഉണരുന്ന ഒരു സംശയം ഇതല്ലേ, ആ ഘടാധാരിയായ ആനയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന്? പിൽക്കാലത്ത് എനിക്കറിയുവാൻ സാധിച്ചത് ഏതോ ഒരു നായാട്ടുകാരൻ അതിനെ വെടിവെച്ച് കൊന്നു എന്നാണ്. അത് വീണ്ടും മനുഷ്യരെ ആക്രമിക്കുവാൻ തുടങ്ങിയതോടെ, മനുഷ്യജീവൻ എടുക്കുവാൻ തുടങ്ങിയതോടെ ഏതോ ഒരു വേട്ടക്കാരൻ വന്ന് അവനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.